ഞാൻ ഒരു ആത്മകഥ എഴുതാൻ ആലോചിച്ചതേയല്ല. പക്ഷേ എൻ്റെ സഹപ്രവർത്തകരും അടുത്ത സഖാക്കളും അതുപോലെ തന്നെ പാർട്ടിയിലെ ഒട്ടനവധി സഖാക്കളും ഒരുപാട് മറ്റുള്ളവരുമെല്ലാം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ മുറിച്ചു കടന്ന് വന്നിട്ടുള്ളതാണ്. ഒട്ടനവധി പ്രശ്നങ്ങൾ അനുഭവിച്ചൊരു രാഷ്ട്രീയ നേതാവാണ്. ആ നിലയിൽ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങളുടെ പിൻതലമുറക്കാരെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തെയും അറിയിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങളിതെല്ലാം ആത്മകഥ എഴുതുന്നത് നല്ലതാണെന്ന് ഉപദേശിച്ചു. പക്ഷേ ഞാൻ ഈ ഡയറി എഴുതുന്നൊരു ശീലം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഓർമ്മക്കുറിപ്പുകൾ വെച്ചുകൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലെ കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവചരിത്രമായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ജീവചരിത്രമെന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ വിദ്യാർത്ഥി ജീവിതം മുതൽ എൻ്റെ ജീവിതം രാഷ്ട്രീയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വിദ്യാർത്ഥി യുവജന കാലഘട്ടങ്ങളിലും അതിനുശേഷവും പാർട്ടി ചുമതലകൾ നൽകി അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോഴും ഭരണരംഗത്ത് വന്നപ്പോഴുമെല്ലാം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, എൻ്റെ ജീവിതം പാർട്ടിയുമായി ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോഴുണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങളുടെ ഒരു റിപ്പോർട്ടായിട്ടാണ് ഞാൻ ഈ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട്. പലരും എന്നോട് പറയുന്നുണ്ട്, ഞങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ബന്ധമുള്ളതുണ്ട്. പലരും മുന്നോട്ട് വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. പലതും എൻ്റെ ഓർമ്മയിലില്ലാത്തതായിരുന്നു. അവർ പറയുമ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഒട്ടനവധി കുറിപ്പുകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയെന്നുള്ള നിലയിൽ ഇനിയും വിട്ടുപോയ കുറേ കാര്യങ്ങളും സംഭവങ്ങളുമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുന്നതായിരിക്കും നല്ലത് എന്നൊരു തോന്നൽ എനിക്കിതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. അതിനുള്ള ശ്രമം നടത്തുകയാണ്.